ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ശർക്കര പായസമാണ്. ഇപ്പം ഞാൻ മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത്ര നാൾ ഞാൻ വീഡിയോ ചെയ്തതൊക്കെ ഞാൻ എരിവിൻ്റെ റെസിപ്പിയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ നിന്ന് അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന ശർക്കര പായസം, കടഞ്ഞ പായസം എന്ന് പറയും. പക്ഷെ അത്ര തിക്നെസ് ഉണ്ടാവില്ല, കുറച്ച് ലൂസായിട്ടാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്, നെയ്യ്, തേങ്ങ, കൊട്ടത്തേങ്ങ എന്ന് പറയും, ചിലയിടങ്ങളിൽ വരടെന്നും പറയും, പിന്നെ ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത്, പിന്നെ പച്ചരിയാണ് എടുത്തിരിക്കേണ്ടത്. ഒരു കൊട്ടത്തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ശർക്കര 1 കിലോനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത്, നെയ്യ് 2 സ്പൂൺ, പിന്നെ പച്ചരി 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചെടുക്കാം. പിന്നീട് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. ശർക്കര ഇതാ ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി വെന്തതിലേക്ക് ശർക്കര ഉരുക്കിയതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച ഏലക്കപ്പൊടി, പഞ്ചാരങ്ങൾ പൊടിച്ചെടുത്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് വാങ്ങി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നെയ്യിൽ നാളികേരം വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്ത് നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ശർക്കര പായസം റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, കമന്റ് ഇടാനും, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.